നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകുന്ന ആ കോറിഡോറിലായിരിക്കണം അവര് പിന്നീട് കയറിയത്. ഇവിടെ വരെയുള്ള ഫൂട്ടേജ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ ആ കോറിഡോറിലെ CCTV സർക്യൂട്ടാണ് ബ്രേക്ക് ആയിരിക്കുന്നത് അല്ലേ? അതെ സർ, അവിടെ വെച്ച് തന്നെ ഞാൻ അവരെ കാണുന്നത്. എങ്കിൽ വന്നേ നമുക്ക് അവിടെ നിന്ന് നോക്കാം. സർ, ഇവിടെ വെച്ചാണ് സർ മാലിനി ആ ഡോക്ടറെ നഴ്സിനെയൊക്കെ ഞാൻ കണ്ടത്. അപ്പോ ഈ പറഞ്ഞ മാലിനി അബോധാവസ്ഥയിലായിരുന്നു. കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ആ കുട്ടിയെ എവിടെ കൊണ്ടുപോകുന്നെന്ന് അവര് പറഞ്ഞേ? മംഗളാദേവി ഡോക്ടറുടെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നെന്ന് അവർ എന്നോട് പറഞ്ഞത്. ഓക്കെ, മാഡത്തിനൊരു സംശയം തോന്നി ചോദ്യം ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ആദ്യം പോയത് അവരാണോ മാഡം ആണോ? ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. മാലിന്യം കൊണ്ട് ആ ഡോക്ടറും നഴ്സും പോയ ശേഷമാണോ മാഡം ഇവിടുന്ന് പോയത്? അല്ല സർ, ഞാനാ പോയത്. സ്റ്റോക്ക് റൂം സാധാരണഗതി ലോക്ക് ചെയ്യാറില്ലേ? ലോക്ക് ചെയ്യാറാണ് പതിവ്. ഇന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പൊ ഇന്ന് എന്തോ പറ്റിയെന്നല്ല, അതാണ് സത്യം. വേഗം വേഗം. ഇവിടുന്ന് വേറൊരു വഴിയുണ്ട്.
മാലിനി 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 മോളെ മോളെ മാലിനി ഏയ്, മാലിനി മാലിനി ഏയ്, മാലിനി മോളെ മോളെ മാലിനി മാലിനി കണ്ണു തുറക്ക് മാലിനി മോളെ മോളെ ചേച്ചി ചേച്ചി ഇതെവിടെയാ? എനിക്കെന്താ പറ്റിയേ? പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. എഴുന്നേക്ക്. വാ. മോളെ എഴുന്നേക്ക്. പതിയെ മാലിനി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. എന്താ മോളെ നിനക്ക് സംഭവിച്ചത്? വാ. എന്റെ കുഞ്ഞിന് എന്താ സംഭവിച്ചെന്ന് ഒരു വിവരമില്ലല്ലോ ഭഗവാനെ. വിളിച്ചിട്ടാരും ഫോൺ കൊടുക്കുന്നില്ല. എനിക്കാകെ പേടിയാവും അമ്മ. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും ശ്രീദേവി. സുന്ദരിയും വിനീതും കൃഷ്ണനും ഒക്കെ ഇല്ലേ അവളുടെ കൂടെ? കരയാതിരിക്കും നീ, സമാധാനപ്പെട. എങ്ങനെ സമാധാനിക്കും ഞാൻ? എത്ര സന്തോഷത്തോടെയാ എന്റെ കൊച്ചിവിടെ ഇറങ്ങിപ്പോയത്. ചാമുണ്ടേശ്വരി, എന്റെ മൂക്കൊരു കുഴപ്പം വരുത്തരുത്. ഒരു കുഴപ്പവും വരില്ല. നീ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് അസുഖമൊന്നും ഉണ്ടാക്കി വെക്കല്ലേ. എന്തെങ്കിലും തിരക്കായതുകൊണ്ടായിരിക്കും അവര് ഫോൺ എടുക്കാതിരുന്നത്. നീ ഒന്ന് സമാധാനപ്പെട് ശ്രീദേവി. ദേ അവരെത്തി. മോളെ, നിനക്കെന്താ പറ്റിയേ? എന്താ മോളെ ഇത്? എന്തെങ്കിലും ഒന്ന് പറ മോളെ. എന്താ മോക്ക് പറ്റിയത്? സുന്ദരി മോളെ, മാലിനിക്ക് എന്താ പറ്റിയത്? ഇവളൊന്നും പറയുന്നില്ലല്ലോ. എന്താ പറ്റിയത്? ആദ്യം നിങ്ങൾ അവളെ അകത്തേക്ക് കൊണ്ടുപോകും. ചോദ്യം പറച്ചിലും ഒക്കെ പിന്നെ മതി. സുന്ദരി, വാ മോളെ. യഥാർത്ഥത്തിൽ എന്താ സുന്ദരി ഉണ്ടായത്? ഇനിയെങ്കിലും ഞങ്ങളോടൊന്ന് പറ. സംഭവിച്ചതൊക്കെ ഇനി പറഞ്ഞിട്ടെന്താ ദേവിയമ്മ കാര്യം? കഴിഞ്ഞത് കഴിഞ്ഞു. ഭാഗ്യത്തിന് മാലിനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. എന്നാലും നീ കാര്യം പറയില്ലേ? ആരാ ഇവളെ പിടിച്ചോണ്ട് പോയത്? ആരാ പിടിച്ചോണ്ട് പോയെന്ന് അറിയില്ല അച്ഛമ്മ. ഇത് ചെയ്തത് ആരായാലും അവനെ വെറുതെ വിടരുത് മോളെ. എന്തായാലും ഞങ്ങളോട് ശത്രുതയുള്ള ആരും ഇത് ചെയ്യില്ല. ഞങ്ങൾക്ക് ഇവിടെ ശത്രുക്കളുമില്ല. സുന്ദരി തന്നെയല്ലേ ഈ നാട് മുഴുവൻ ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഏതോ ഡയാനയോ ക്രിസ്റ്റിയോ അവരിൽ ആരെങ്കിലും ആയിരിക്കും എന്റെ കുഞ്ഞിനെ പിടിച്ചോണ്ട് പോയത്. കൃത്യമായിട്ട് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ ആരെയും കുറ്റപ്പെടുത്തരുത് ദേവിയമ്മ. എന്തായാലും കൃത്യമായ അന്വേഷണം ഉണ്ടാവും. ഇത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. ഇനിയിപ്പോ അന്വേഷിക്കോ കണ്ടുപിടിക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോ. ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാനിവളെ നാട്ടിലേക്ക് കൊണ്ടുപോവാ. നീ എന്താ ശ്രീദേവി പറയുന്നേ? പറയുന്നതിന്റെ അഹങ്കാരമാണെന്ന് ചിന്തിക്കണ്ട. ഞാൻ ഇവളുടെ അമ്മയാ. എനിക്ക് അതിൻ്റെതായ പേടിയുണ്ട്. ഇനി ഇവളിവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോവാ.
എടുത്തു ചാടി തീരുമാനമൊന്നും എടുക്കല്ലേ ശ്രീദേവി? ഞാൻ ആലോചിച്ച് തന്നെയാ തീരുമാനം എടുത്തേ. അതിൽ ഇനി മാറ്റവുമില്ല. അമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ദേ നോക്കുമല്ലേ, നീ ഇനി എതിർപ്പ് പറയാൻ നിൽക്കണ്ട. സുന്ദരി, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ നിനക്ക് ബോധ്യപ്പെടും ഞാൻ പറയുന്നതാ ശരിയെന്ന്. ഏട്ടാ, നമുക്ക് ഇന്ന് എന്റെ മോളെ കൊണ്ട് തിരികെ പോണം. ഏട്ട എന്താ മറുപടി ഒന്നും പറയാത്തത്? അമ്മ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ?